ഹലോ എവ്രി വൺ, വെൽക്കം ടു ഗൈഡ്ലൈൻ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വയം ഓൺലൈൻ കോഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു സെഷനിൽ സ്വയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്വയം, TNDU BEd എവിടെയാണ് സ്വയം സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ സ്വയം എന്ന ആപ്പിനെ കുറിച്ചും അറിയാത്ത സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെഷനിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ സെഷനിലോട്ട് പോകാമല്ലേ. എന്താണ് സ്വയം എന്നുള്ളത് അറിയുന്നതിന് മുമ്പായിട്ട് TNDU BEd നമുക്ക് എവിടെയാണ് സ്വയം മെൻഷൻ ചെയ്തിട്ടുള്ളതെന്നൊന്ന് നോക്കാം അല്ലേ. TNDU BEd 3rd സെമസ്റ്ററിലാണ് സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു ഓൺലൈൻ കോഴ്സ് എടുക്കണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. 3rd സെമസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 3rd സെമസ്റ്ററിൽ പാർട്ട് C ആയിട്ടാണ് ഓൺലൈൻ കോഴ്സായിട്ടുള്ള സ്വയം ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ കോഴ്സ് സ്വയം എനി വൺ കോഴ്സ് റിലേറ്റഡ് ടു പെഡഗോജി, എഡ്യൂക്കേഷൻ ഓർ ബേസിക് ഡിസിപ്ലിൻ സ്കിൽസ്. അതിന് 1 ക്രെഡിറ്റ് പോയിൻ്റ് ആണ് നമുക്ക് കിട്ടുക, അതായത് 20 മാർക്സ്. TNDU 3rd സെമസ്റ്ററിൽ ഔട്ട് ഓഫ് 500-ൽ 20 മാർക്സ് ആണ് നമുക്ക് സ്വയത്തിൽ നിന്ന് കിട്ടാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 500-ൽ ഒരു 20 മാർക്സ് അല്ലേ, ഇതിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ, അതങ്ങ് സ്കിപ്പ് ചെയ്യാമെന്ന് മേ ബി തോന്നിയേക്കാം. കാരണം അതായത് പുതുതായിട്ട് സ്വയത്തിനെ കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് ഇതെന്തോ വലിയൊരു സംഭവമാണ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 20 മാർക്സിന് വേണ്ടിയിട്ട് അത് ചെയ്യണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ 500-ൽ 20 മാർക്സ് മാത്രമേ നമുക്ക് സ്വയത്തിന് കിട്ടുന്നുള്ളൂ എങ്കിൽ കൂടെ അത് നമ്മുടെ 3rd സെമസ്റ്ററിലെ ഒരു പേപ്പറാണ്. ഒരു പേപ്പറാണ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ 1st സെമസ്റ്ററിൽ നമുക്ക് 5 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതായത് 5 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, 5 പേപ്പേഴ്സ് അല്ലേ. അതിലേതെങ്കിലും ഒരു പേപ്പർ നമുക്ക് സപ്ലി വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ നമ്മൾ എക്സാം എഴുതിയില്ല, നമ്മൾ 1st സെമസ്റ്റർ പാസ്സാവോ? ഇല്ല അല്ലേ. അതേപോലെ തന്നെയാണ് 3rd സെമസ്റ്ററിലെ നിങ്ങളുടെ ഒരു പേപ്പറാണ് സ്വയം. 20 മാർക്സേ നിങ്ങൾക്ക് അതിന് കിട്ടുന്നുള്ളൂ എങ്കിൽ കൂടെ അത് നിങ്ങളുടെ ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ സ്വയം കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ, അതായത് സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു കോഴ്സ് ഒപ്റ്റ് ചെയ്ത് അതിന് ഓഫ്ലൈനായി എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 3rd സെമസ്റ്റർ പാസ്സാവില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു കോഴ്സ് ഒപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ സിലബസിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്വയം മെൻഷൻ ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സ്വയത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. എന്താണ് സ്വയം, എന്തിനു വേണ്ടിയിട്ടാണ് സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ BEd കമ്പൽസറി ആക്കിയത്, അതുപോലെ തന്നെ സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ് സ്വയം എന്നുള്ളത് നോക്കാം അല്ലേ. എന്താണ് സ്വയം? സ്വയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും പോസിബിൾ ആക്കുക എന്നുള്ളതാണ്. പല റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസിൽ നിന്നും കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. ബട്ട് എല്ലാവർക്കും അത് പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. ചിലവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് അതിന് അനുവദിക്കുന്നുണ്ടായിരിക്കില്ല, ചിലവർക്ക് ട്രാവലിംഗ്, ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏത് കോഴ്സ് ആയിക്കോട്ടെ അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനൊരു മെത്തേഡ് അല്ലെങ്കിൽ അതിനൊരു വേ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്വയം എന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്വയം എന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപയോഗിച്ച് അവരവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള പ്രൊഫസേഴ്സിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ ഹെൽപ്പോടുകൂടെ ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇതിലുള്ള കോഴ്സസൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് സ്റ്റുഡൻറ്റ് സൈക്കോളജിയിൽ ഒരു കോഴ്സ് എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് സ്റ്റുഡൻസിൻ്റെ സൈക്കോളജിക്ക് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് പഠിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിനോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് സ്റ്റുഡൻറ്റ് സൈക്കോളജിയിൽ ഒരു കോഴ്സ് എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ സ്വയത്തിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട് സ്റ്റുഡൻറ്റ് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു കോഴ്സ് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് എനിക്ക് പഠിക്കാവുന്നതാണ്. അതിന് പ്രത്യേകം ഫീയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതായത് ഏതെങ്കിലും ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയത്തിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഫീയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക? നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു, ആ കോഴ്സ് ഞാൻ പഠിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫ് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫീ അടച്ച് ഓഫ്ലൈനായിട്ട്, ഓൺലൈനായിട്ടല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഫ്ലൈനായിട്ട് എക്സാം എഴുതണം. ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു എമൗണ്ട് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ 1000ഉം ഒബിസി കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ 500ഉം ആണ് വരുന്നത്. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെടുത്തിട്ടുള്ള ആ ഒരു കോഴ്സിൽ സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതായത് സ്വയത്തിൽ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആ കോഴ്സ് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ BEd സ്റ്റുഡൻസിന് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അതായത് PDF ഫോർമാറ്റിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കോളേജിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്ത് അതിൻ്റെ എക്സാം ഓഫ്ലൈനായി എഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ PDF ഫോർമാറ്റിൽ മൈ സർട്ടിഫിക്കേഷൻ എന്ന പാർട്ടിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് കോളേജിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്വയത്തിൽ 9th സ്റ്റാൻഡേർഡ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ വരെയുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. നമുക്കിഷ്ടമുള്ള കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ കോഴ്സുകളും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്ട് ടീച്ചേഴ്സാണ് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനിയാണ് സ്വയത്തിൽ ക്ലാസ്സസ് അവൈലബിൾ ആവുക എന്നുള്ളത് നമുക്കറിയണം അല്ലേ. മെയിൻലി വീഡിയോ ലെക്ചേഴ്സ്, അതായത് റെക്കോർഡഡ് ഫോർമാറ്റിലുള്ള വീഡിയോസ് ത്രൂ ആണ് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 വീക്കിൻ്റെ ഒരു കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 4 ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ഫോർമാറ്റിലുള്ള 4 വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഓരോ വീക്കിലും ഓരോ വീഡിയോ എന്നുള്ള രീതിയിൽ ക്ലാസ് ആയിരിക്കും. ആ വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള റീഡിങ് മെറ്റീരിയൽസും ആ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൽഫ് അസസ്മെൻറ്റ് ക്വിസസും ടെസ്റ്റുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ അസൈൻമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്ക് മെയിനായിട്ട് വരുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ഡിസ്കഷൻ ഫോറം കൂടെ അവൈലബിൾ ആയിരിക്കും. അത് മെയിൻലി ടെലഗ്രാം ത്രൂ ഒക്കെയാണ് അധിക കോഴ്സുകളിലും വരാറുള്ളത്. ഓരോ കോഴ്സുകളും ഓരോ യൂണിവേഴ്സിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അവർ ആ ഒരു കോഴ്സിന് ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡിലുള്ള ഓൺലൈൻ ഡിസ്കഷൻ ഫോറംസൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ടെലഗ്രാം ലിങ്കിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഡയറക്റ്റ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വയത്തിൽ കോഴ്സസ് മാനേജ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് മെയിൻലി 10 ബോഡീസിനെയാണ് നമ്മുടെ ഗവൺമെൻറ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതായത് ഉയർന്ന നിലവാരത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാ ജനങ്ങളിലോട്ടും എത്തിക്കുക എന്നുള്ള എയിമിൽ ഇന്ത്യയിലെ 7 IITകളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ കോഴ്സസിൻ്റെ ഡ്യൂറേഷൻ വീക്ക്ലി ഡ്യൂറേഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 4 വീക്കിൻ്റെ കോഴ്സസ്, 2 വീക്കിൻ്റെ കോഴ്സസ്, അങ്ങനെ വീക്ക് ഡ്യൂറേഷൻസ് ഉള്ള കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ വീക്കിലും 4 ലെക്ചേഴ്സ് വീഡിയോസ് ഉണ്ടായിരിക്കും. വീക്ക് 0 നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ ആയിട്ടാണ് വരിക. വീക്ക് 1 ഇപ്പോൾ വീക്ക് 4ൻ്റെ ഒരു കോഴ്സാണ് ഞാൻ ഓപ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ വീക്ക് 0 ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ആയിരിക്കും വരിക. ഇനി വീക്ക് 1ൽ 4 ലെക്ചേഴ്സ് വീഡിയോസ് ഉണ്ടായിരിക്കും. ആ ലെക്ചേഴ്സ് വീഡിയോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു വീഡിയോസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റ് ഫോർമാറ്റിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് അറിയണം അല്ലേ. സ്വയത്തിലെ എല്ലാ കോഴ്സസും ഫ്രീ ആണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിനുള്ള എക്സാമിന് പേ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. എന്നിട്ട് അത് നിങ്ങൾ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയിട്ടാണ് എഴുതേണ്ടത്. എക്സാം സെൻറ്ററിൽ നിങ്ങൾക്കായിട്ടൊരു സിസ്റ്റം അലോ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ പിക്ചറും അതുപോലെ ഹോൾ ടിക്കറ്റും ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ സ്ക്രീനിൽ റോൾ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിച്ചിട്ടുണ്ടായിരിക്കും. ഒട്ടുമിക്ക കേസിലും ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും പാസ്വേഡായിട്ട് വരിക. നിങ്ങൾ എഴുതേണ്ട പാസ്വേഡിൽ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കരുത്. എക്സാം ഹാളിൽ നിങ്ങൾ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്കൊരു ടീച്ചർ അവൈലബിൾ ആയിരിക്കും. ആ ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇനി മെയിനായിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് സ്വയം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്വയം പ്ലാറ്റ്ഫോമിൽ നമ്മൾ കോഴ്സസ് ഓപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്.
നമുക്കതിലോട്ട് പോവാം അല്ലേ. ഇനി നമുക്കറിയാനുള്ളത് എങ്ങനെയാണ് സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കോഴ്സ് ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. സ്വയം എന്ന പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ 2 മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അവൈലബിൾ ആണ്. ആ ആപ്പ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, സ്വയത്തിലോട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ. ഇനി ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ സെക്കൻഡ് മെത്തേഡ്, നമുക്ക് ഗൂഗിളിൽ ഡയറക്റ്റായിട്ട് സ്വയം പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ചെയ്യാം. 2 മെത്തേഡും ഞാൻ പറയാനുള്ള കാരണം, ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഐഫോണിൻ്റെ കേസ് നമുക്കറിയാം അല്ലേ, ചില ആപ്പുകളൊന്നും ഐഫോൺ സപ്പോർട്ട് ചെയ്യില്ല. സ്വയം നമുക്ക് ആപ്പിൾ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അതായത് ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സ്വയം ഗൂഗിൾ ത്രൂ ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം 2 രീതിയിലും നിങ്ങൾക്ക് സ്വയം പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. നോർമൽ ഫോണിന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 2 മെത്തേഡും ചൂസ് ചെയ്യാം. ഗൂഗിൾ ത്രൂവും നിങ്ങൾക്ക് സ്വയം പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അവൈലബിൾ ആണ്, അത് ത്രൂവും നിങ്ങൾക്ക് സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിച്ചേരാം. ഓക്കെ. ഞാനിനി ഗൂഗിളിലുള്ള മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. ഗൂഗിളിൽ പോവാം, സ്വയം പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് സ്വയത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഹൊറിസോണ്ടലായിട്ട് 3 ബാറുകൾ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ഓർ സൈൻ അപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലോട്ടാണ് നമ്മൾ എത്തുക. ഇതിൽ ആദ്യമേ പേഴ്സണൽ അക്കൗണ്ടുള്ള ആളുകൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, സൈൻ ഇൻ വിത്ത് മൈക്രോസോഫ്റ്റ്, സൈൻ ഇൻ വിത്ത് യുവർ ഇമെയിൽ, 3 ഓപ്ഷൻസ് ഉണ്ട്. ഇനി അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈൻ അപ്പ് ഓപ്ഷനും ഉണ്ട്. ഓക്കെ. ഇനി സ്വയത്തിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈൻ അപ്പ് നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പാസ്വേഡ് മറന്നു പോകാണ്ടിരിക്കുക. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമെയിൽ IDയിലോട്ടാണ് വരിക. ഇനി നമ്മൾ കോഴ്സ് ഓപ്റ്റ് ചെയ്തു, എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ, അതുപോലെ എക്സാം ഡേറ്റ്, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, അതായത് നമ്മുടെ ഈ ഒരു കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇമെയിൽ IDയിലോട്ട് അനൗൺസ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് ഒരു കാരണവശാലും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ. എനിക്കിപ്പോൾ സ്വയത്തിൽ ഓൾറെഡി 2 അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷനല്ല യൂസ് ചെയ്യുന്നത്, സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടിലുള്ള സ്വയം പ്ലാറ്റ്ഫോമാണ് കേട്ടോ. എങ്ങനെയാണ് അതറിയാം? നമ്മൾ ഈ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ID അവിടെ കാണാൻ വേണ്ടി പറ്റും. ലോഗിൻ ആസ് മുബഷിറാനീസ് 2017@gmail.com എന്ന് കാണുന്നില്ലേ? അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ്. ഓക്കെ. സ്വയം പ്ലാറ്റ്ഫോമിൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സെർച്ച് സ്വയം കോഴ്സസ് എന്നുള്ള പാർട്ടിൽ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിലോട്ട് പോകും. ഈ ഒരു പേജിൽ അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കുറച്ച് ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് എല്ലാ കോഴ്സുകളും നോക്കുന്നതിന് പകരമായിട്ട് ചില കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ലേ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് എടുക്കാനൊക്കെ ആഗ്രഹം, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാം. ഇഗ്നോയിൽ നിന്നോ NCERTയിൽ നിന്നോ അല്ലെങ്കിൽ NPTEL നിന്നൊക്കെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫിൽറ്റർ ചെയ്യാം കേട്ടോ. ഇനി ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ, അതായത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും പ്രോബ്ലം ഇല്ല, അങ്ങനെയുള്ളവർക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. കോഴ്സ് മോഡ് ഉണ്ട്, സെൽഫ് പേസ്ഡ് റെഗുലർ ഉണ്ട്,
റെഗുലർ കൊടുക്കുക കേട്ടോ. സെൽഫ് ബേസ്ഡ് കോഴ്സുകൾ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം സെൽഫ് ബേസ്ഡ് കോഴ്സുകൾക്ക് ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കില്ല, എക്സാംസ് ഉണ്ടായിരിക്കില്ല. നമുക്ക് TNTUവിൽ മിനിമം 2 വീക്കിൻ്റെ ഒരു കോഴ്സാണ് ചെയ്യേണ്ടത്. അതായത് ഡ്യൂറേഷൻ വേണം, എക്സാം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കോഴ്സ് മോഡ് എന്നുള്ളിടത്ത് റെഗുലർ എന്ന് കൊടുക്കുക. സെൽഫ് ബേസ്ഡ് കോഴ്സുകൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നെക്സ്റ്റ് വരുന്നത് കോഴ്സ് ഡ്യൂറേഷൻ ആണ്. 24 വീക്സ് വരെയുള്ള കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രീ ടൈമിനും അതുപോലെ നിങ്ങളുടെ കംഫർട്ട് സോണിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വീക്കുകൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഓൾ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 4 വീക്ക് 6 വീക്കൊക്കെ കൊടുക്കാം. കമ്പൽസറി ആയിട്ടും നിങ്ങൾ മിനിമം 2 വീക്കിൻ്റെ ഒരു കോഴ്സ് ചെയ്തിരിക്കണം എന്നേ ഉള്ളൂ. 4 വീക്ക് 6 വീക്ക് 8 വീക്ക് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് മിനിമം 2 വീക്കിൻ്റെ ഒരു കോഴ്സ് ചെയ്യാനാണ്. അല്ലെങ്കിൽ 4 വീക്ക് കോഴ്സ് എടുത്താലും 12 വീക്ക് കോഴ്സ് എടുത്താലും ഒക്കെ സെയിം പ്രിവിലേജ് തന്നെയാണ് കിട്ടുക. പിന്നെ ശ്രദ്ധിക്കുക, എത്ര വീക്കിൻ്റെ കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് അത്രയും അസൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരിക്കും. 24 വീക്കിൻ്റെ കോഴ്സൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 3rd സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് TLM വർക്കുകൾ ഉണ്ടാക്കാനുണ്ട്. അതുപോലെ തന്നെ റെക്കോർഡ്സുകളൊക്കെ ഒരുപാട് എഴുതാനുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ 4 വീക്ക് അല്ലെങ്കിൽ ഒരു 8 വീക്കിൻ്റെയൊക്കെ കോഴ്സ് എടുക്കുന്നതാണ് കേട്ടോ. 24-12 ഒക്കെ എടുക്കാണ്ടിരിക്കുകയായിരിക്കും ബെറ്റർ. കാരണം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ടായിരിക്കും, അത്രയും അസൈൻമെൻറ്റ്സുകൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് മാക്സിമം നിങ്ങളൊരു 8 വീക്കിൻ്റെ കോഴ്സ് വരെ എടുത്താൽ മതി, അതിൽ കൂടണ്ട എന്നുള്ളതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഓൾ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കോഴ്സ് വരുമ്പോൾ പിന്നീട് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ കോഴ്സ് ലാംഗ്വേജ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട കോഴ്സിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. എക്സാം ഡേറ്റ് നിങ്ങൾക്ക് പെർട്ടിക്കുലർ എക്സാം ഡേറ്റിലുള്ള കോഴ്സസ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാമെന്നേ ഉള്ളൂ. ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. അതൊന്നും കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ടൈംസ് നമ്മൾ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലുള്ള കോഴ്സസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. BEdന് വേണ്ടിയിട്ട് നമ്മൾ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള കാറ്റഗറിയുടെ അണ്ടറിലുള്ള കോഴ്സസാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. BEd സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നമ്മൾ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന കോഴ്സസാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. കോഴ്സസ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്കമിങ് എൻറോൾമെൻറ്റ് ഓപ്പൺ എന്നുള്ള ഒരു പാർട്ട് കാണാം. അവിടെയാണ് അതാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് കേട്ടോ. എൻറോൾമെൻറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ടൈം ഇപ്പോഴും അവൈലബിൾ ആണ്. ജോയിനിങ് എന്ത് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻറോൾമെൻറ്റ് ക്ലോസ്ഡ് എന്നാണെങ്കിൽ ആ ഒരു കോഴ്സിൽ പിന്നീട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഒരു 2 കോഴ്സിനെങ്കിലും ജോയിൻ ചെയ്തിടുക എന്നുള്ളതാണ് കേട്ടോ. ജോയിൻ ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും ഫീ അടച്ച് എക്സാം എഴുതണം എന്നുള്ളത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഫാക്ടറല്ല. അപ്പം നമുക്ക് എത്ര കോഴ്സിന് വേണമെങ്കിലും ജോയിൻ ചെയ്തിടാം. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ, ഏത് കോഴ്സാണ് സിമ്പിൾ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു 2-3 കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അസൈൻമെൻറ്റ്സുകളൊക്കെ പ്രോപ്പറായി ചെയ്തിട്ട് ലാസ്റ്റ് ഏത് കോഴ്സാണോ സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ബെനിഫിറ്റ് കിട്ടുന്നത് ഏത് കോഴ്സിൽ നിന്നാണെന്നാണോ തോന്നുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സസ് ഉണ്ട്. ഞാൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ കോഴ്സിലോട്ട് എത്തിയിട്ടോ. ഈ ഒരു കോഴ്സിൽ ജോയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇതിൽ ഏതൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും കോഴ്സിൻ്റെ സമ്മറി ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിൽ കാറ്റഗറി ടീച്ചർ എഡ്യൂക്കേഷൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ ക്രെഡിറ്റ് പോയിൻറ്റും ഒന്ന് നോക്കാം കേട്ടോ. 2 ക്രെഡിറ്റ് പോയിൻ്റ് ഉണ്ട്. എന്നിട്ട് ജോയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോം വരും കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കും കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബ് പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് നമ്മുടെ നെയിം കൊടുക്കാനുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ, അതായത് SLC +2 പോലെയുള്ള സർട്ടിഫിക്കറ്റിൽ ഏത് നെയിമാണോ ഉള്ളത്, അതായത് BEdന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, കൺട്രി കൊടുക്കുക, നിങ്ങളുടെ പ്ലേസിലെ പിൻകോഡ് ഏതാണോ അത് കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, സിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, പ്രൊഫഷൻ കൊടുക്കുക. പ്രൊഫഷൻ എന്നുള്ളവിടത്ത് സ്റ്റുഡൻറ്റ്, ഫാക്കൽറ്റി, എംപ്ലോയിഡ്, അതർ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണ്? നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കൊടുക്കുക. ഇല്ല എങ്കിൽ ഏത് ഡിഗ്രിയാണോ, 3 ഇയർ ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ അത് കൊടുക്കുക, 4 ഇയർ ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണോ അത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത ഇയർ ഉണ്ടല്ലോ, അതാണ് ഇയർ ഓഫ് ഗ്രാജുവേഷൻ എന്നുള്ള പാർട്ടിൽ കൊടുക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ്. അതായത് അപ്പാർ ID അല്ലെങ്കിൽ ABCID എന്നൊക്കെ പറയും. അപ്പാർ ID അല്ലെങ്കിൽ ABCID എന്നുള്ളത് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ കമ്പൽസറി ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. ബട്ട് നിങ്ങൾക്ക് അപ്പാർ ID ഉണ്ടാക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അപ്പാർ ID ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്താണ് അപ്പാർ ID എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അപ്പാർ ID നമുക്ക് നിർബന്ധമല്ല. അപ്പാർ ID ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ ഹാവ് അപ്പാർ ID എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം. എന്നിട്ട് അപ്പാർ IDയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അപ്പാർ ID ഇല്ല, നിങ്ങൾ ഈ ഒരു BEdൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്കൊരു കോഴ്സ് ഒപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, ഐ ഡോണ്ട് ഹാവ് അപ്പാർ ID എന്നുള്ളത് കൊടുക്കാം. ഡു നോട്ട് നീഡ് അപ്പാർ ID അല്ല കേട്ടോ, ഐ ഡോണ്ട് ഹാവ് അപ്പാർ ID എന്നുള്ള ഓപ്ഷന് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് എന്താ, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് പാർട്ട് ഓഫ് സ്വയം ലോക്കൽ ചാപ്റ്റർ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം നോ എന്നുള്ളത് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ കോളേജ് വരുള്ളൂ കേട്ടോ. അതിൽ നോ യെസ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കോളേജിൻ്റെ നെയിം വരുള്ളൂ കേട്ടോ. കോളേജിൻ്റെ സ്റ്റേറ്റ് തമിഴ്നാട് എന്ന് കൊടുക്കുക. കോളേജിൻ്റെ നെയിം എന്താണോ നിങ്ങളുടെ കോളേജിൻ്റെ നെയിം അതിവിടെ ഉണ്ടായിരിക്കും. ഏതാണോ നിങ്ങളുടെ കോളേജിൻ്റെ നെയിം അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ യൂണിവേഴ്സിറ്റി നെയിം ഫില്ല് ചെയ്യാനുണ്ട്. യൂണിവേഴ്സിറ്റി നെയിം എന്താ, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അല്ലേ, അത് ഫില്ല് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കോളേജ് ഓർ സ്കൂൾ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ പേപ്പറിൽ നിങ്ങൾ എഴുതുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ഒരു ലോങ് ഡിജിറ്റ് നമ്പർ ആണ് കോളേജ് ഓർ സ്കൂൾ റോൾ നമ്പർ എന്നുള്ളിടത്ത് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഡിഗ്രി എന്നുള്ള ഒരു പാർട്ട് കാണാം. അതിൽ അതർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളിടത്ത് BEd എന്നുള്ള ഓപ്ഷൻസ് കാണുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഡിഗ്രി എന്നുള്ളിടത്ത് അതർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡിഗ്രി എന്നുള്ള പാർട്ടിൽ അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് BEd. സ്റ്റഡി ഇയർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ എന്ന് കൊടുക്കുക. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം 2 ഓപ്ഷൻസ് കാണും. ഐ അഗ്രി ടു സ്വയം ടേംസ് ഓഫ് സർവീസ്, ഐ അഗ്രി ടു ഫോളോ ദ ഹോണർ കോഡ്. 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ ആൻഡ് ജോയിൻ കോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു. ഇനി ഈ ഒരു കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിൻ്റെ സമ്മറിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എൻ്റെ ഇമെയിലിലോട്ട് ഒരു മെസ്സേജ് വന്നു. മുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൽ എത്രയാണ് വരുന്നത്, മിനിമം പാസിംഗ് ക്രൈറ്റീരിയ എത്രയാണ്, ഇൻറ്റേർണൽ മാർക്ക് എങ്ങനെയാണ്, എക്സ്റ്റേണൽ മാർക്ക് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ മിനിമം ഒരു 2 കോഴ്സിലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തിടുക. കാരണം ഒരു കോഴ്സ് മാത്രം നമ്മൾ ഓപ്റ്റ് ചെയ്തു, എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആയപ്പോഴാണ് മനസ്സിലായത് ആ കോഴ്സ് കുറച്ച് ടഫായിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാമല്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ നിങ്ങളൊരു 2 കോഴ്സസിലെങ്കിലും ജോയിൻ ചെയ്തിടുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ എക്സാം എഴുതിയാൽ മതി. അതൊരു കമ്പൽസറി ആയിട്ടുള്ള ഫാക്ടറല്ല. നമുക്ക് ഇഷ്ടമുള്ള അത്ര കോഴ്സിന് ജോയിൻ ചെയ്തിടുക കേട്ടോ. നമുക്ക് താല്പര്യമുള്ള കോഴ്സ് മാത്രം പിന്നീട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എക്സാം എഴുതിയാൽ മതി. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. പ്രോപ്പറായിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഇനി നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡൗട്ടായിരിക്കില്ലേ, നമ്മൾ ലോഗൗട്ടൊക്കെ ചെയ്ത് പോകും. പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള കോഴ്സസ് കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അതായത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള കോഴ്സിലോട്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും ജോയിൻ ചെയ്യണേ. ഓക്കെ, ഞാൻ ലോഗൗട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ലോഗൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇമെയിൽ ഐഡിയും പാസ്വേഡും അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും എത്തിച്ചേരുക അല്ലേ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 3 ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഞാൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി കാണിക്കും. അതിൻ്റെ താഴെ മൈ കോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. മൈ കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്കമിങ് ഓർ ഓൺ ഗോയിങ് കോഴ്സ് ഉണ്ട്, കംപ്ലീറ്റഡ് കോഴ്സും കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരിക അല്ലേ. അവിടെ എനിക്ക് സെർച്ച് സ്വയം കോഴ്സസ് എന്നുള്ളടത്ത് നിങ്ങളുടെ കോഴ്സിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്തായിരുന്നു, ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ അല്ലേ. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓക്കെ, ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് നമുക്ക് കാണിക്കും. ആ കോഴ്സിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു കോഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ഗോ ടു കോഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിലോട്ട് ജോയിൻ ആവാം കേട്ടോ. ഇപ്പോൾ അസൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുന്നത്. ഓക്കെ, ഇനി കോഴ്സിലോട്ട് എത്തിച്ചേർന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിലുണ്ടായിരിക്കും. കോഴ്സ് ഔട്ട്ലൈൻ എന്നുള്ള പാർട്ടിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എബൌട്ട് ദ കോഴ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതുപോലെ കോഴ്സ് പ്രോഗ്രസ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മെത്തേഡിലല്ലാതെ ലെഫ്റ്റ് സൈഡിലുള്ള ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മൈ കോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന കോഴ്സിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ സെർച്ച് യുവർ കോഴ്സ് എന്നുള്ളടത്ത് കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്, അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള കോഴ്സസ് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി കോഴ്സുകൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്തു, കോഴ്സിലുള്ള അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓഫ്ലൈനായിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മൈ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള പാർട്ടിലുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വയത്തിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ആ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സ്വയത്തിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് സ്വയത്തിൽ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഡൗട്ട് കൂടെ ഉണ്ടായിരിക്കും, എന്തിനാണ് ബി എഡിൽ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ്, എന്തിനാണ് ബി എഡിൽ സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു കോഴ്സ് നമ്മൾ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആക്കിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി തന്നിട്ടും നമ്മൾ പലർക്കും അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയില്ല. ഈ ഒരു വീഡിയോ കാണുന്ന പലരും ആദ്യമായിട്ടായിരിക്കും സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ അല്ലേ. ആക്ച്വലി വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നമുക്ക് ഒരു കോഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ് അല്ലേ. ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾ ഓഫ്ലൈനായിട്ട് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ CV-യിലൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് വെക്കാം. കാരണം അതായത് അത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ക്വാളിഫിക്കേഷൻ ആണല്ലേ, അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനായിട്ട് തന്നെ പറയാൻ പറ്റുന്ന കോഴ്സുകളാണ്. അതായത് അത്രയും വാല്യൂ ഉള്ള കോഴ്സുകളാണ് സ്വയം എന്ന് പറഞ്ഞ അത്രയും വാല്യൂ ഉള്ള കോഴ്സുകളാണ് സ്വയത്തിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് നമ്മളിൽ ആർക്കും അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ല അല്ലേ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് സ്റ്റുഡൻസിലോട്ട് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് BEd സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് കമ്പൽസറി ആക്കിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ഒരു സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. സ്റ്റാർട്ടപ്പാണ്, അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ TNTU BEd ചെയ്യുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്